എറണാകുളത്ത് വിദ്യാഭ്യാസ തൊഴിൽ സ്ഥാപനത്തിൽ തട്ടിപ്പ് നടത്തിയ ആൾ പിടിയിൽ. എംപയർ ഓവർസീസ് എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരൻ സുജിത് VS ആണ് പിടിയിലായത്. 3.5 കോടി രൂപ തട്ടിയ കേസിലാണ് ഇയാൾ പിടിയിലായത്. രേഖകളിൽ കൃത്രിമം കാണിച്ചു കമ്പനിക്ക് വരുമാനമില്ലെന്ന് കാട്ടിയായിരുന്നു തട്ടിപ്പ്. നിതിൻ സേവ്യർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. നിതിൻ, വിശദാംശം. വിദേശ വിദ്യാഭ്യാസ തൊഴിൽ സ്ഥാപനമായ എംപയർ ഓവർസീസ് എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനത്തിലെ 3.5 കോടി രൂപ തട്ടിയെടുത്തതിൽ മുഖ്യപ്രതിയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. കമ്പനിയുടെ മുൻ CFO സുജിത് VSനെയാണ് എറണാകുളം സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2018 മുതൽ ഇയാൾ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി വരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. രേഖകളിൽ കൃത്രിമത്വം കാണിച്ച് കമ്പനിക്ക് വരുമാനമില്ലെന്ന് കാട്ടിയായിരുന്നു ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. ഇയാളുടെ കൂട്ടുപ്രതികൾക്കായുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. ഇയാൾ 2018 ഓഫീസ് സ്റ്റാഫായി ഇയാൾ ഈ കമ്പനിയിൽ ജോലിക്ക് കയറുന്നത്. പിന്നീട് CFO സ്ഥാനത്തേക്ക് ഉയരുകയായിരുന്നു. ഇയാൾ ഈ അധികാരം ദുരുപയോഗം ചെയ്ത് വലിയ തോതിലുള്ള സാമ്പത്തിക തട്ടിപ്പ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഈ സ്ഥാപനത്തിന് വരുമാനമില്ലെന്നും വലിയ നഷ്ടത്തിലാണെന്നും ഇയാൾ ജീവനക്കാരെയും അസോസിയേറ്റുകളെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ജീവനക്കാരും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സാമ്പത്തിക കണക്കുകൾ നിർദ്ദിഷ്ട സമയത്തിനകത്ത് ഹാജരാക്കാതെ ഇയാൾ സ്ഥിരമായി കണക്കുകൾ വൈകിപ്പിക്കാൻ തുടങ്ങിയതാണ് ഉടമകൾക്ക് സംശയത്തിനിടയാക്കിയത്. പിന്നീട് ഇയാൾ ഈ ഇത്തരത്തിൽ കണക്കുകൾ പരിശോധിക്കണമെന്ന് ഉടമകൾ ആവശ്യപ്പെട്ടപ്പോൾ ഇയാൾ ലീവ് എടുത്ത കമ്പനിയിൽ നിന്ന് മുങ്ങുകയും ചെയ്തിരുന്നു. പിന്നീട് സ്ഥാപനത്തിലെ അക്കൗണ്ടന്റായ 2ാം പ്രതിയുമായി നടത്തിയ സംഭാഷണത്തിൽ നിന്നാണ് കണക്കുകൾ പൂർണ്ണമായില്ല എന്നവർ സമ്മതിക്കുകയും അവർ രാജിവെച്ചു പോവുകയും ചെയ്തു. പിന്നീട് മറ്റു ചില ജോലിക്കാർ കൂടി ഉടനടി കമ്പനിയിൽ നിന്ന് രാജിവെച്ചതോടെ കണക്കുകൾ മൊത്തം പരിശോധിക്കാൻ ഉടമകൾ തീരുമാനിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഈ കണക്കുകൾ പരിശോധിച്ചപ്പോഴാണ് 3.5 കോടിയോളം രൂപയുള്ള ഈ തട്ടിപ്പ് പോലീസ് ഈ കമ്പനി അധികൃതർ കണ്ടെത്തിയത്. പിന്നീട് ഇയാൾ ഈ സുജിത്ത് തട്ടിപ്പ് പുറത്തു വന്നപ്പോൾ പണം തിരികെ നൽകാമെന്ന് കമ്പനി മാനേജ്മെന്റിന് രേഖാമൂലം ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് ഓഡിറ്റ് റിപ്പോർട്ടുകളും ബാങ്ക് ഇടപാടുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ പിടിയിലായ സുജിത്തിനെ കൂടാതെ ഈ കമ്പനിയിൽ തന്നെ ജോലിയിലുണ്ടായിരുന്ന മറ്റു 3 പേരും ഒപ്പം തന്നെ ഈ സുജിത്ത് പല അക്കൗണ്ടുകളിലേക്ക് പണം വകമാറ്റിയിട്ടുണ്ട്. ഈ അനധികൃതമായി വകമാറ്റിയ പണം ഈ സുജിത്തിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും തന്നെയാണെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇവരെയും കേസിൽ പ്രതികളാക്കിയിട്ടുണ്ട്. ഇവർക്കെതിരെയുള്ള അന്വേഷണം തുടരുകയാണ്. ശരി, നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്.